നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജയിൽ അത്ര ഭയങ്കര മോശമൊന്നുമില്ല. പണ്ട് വളരെ മോശമായിരുന്നു. ഇപ്പൊ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ചിട്ടയായ ജീവിതമാണ്. അവിടെ ചെന്നിട്ട് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എങ്ങനെയായിരുന്നു താങ്കളുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്? അവിടെ ചെന്നപ്പോ വിനായകന് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവന്റെ ഇടിയെന്ന് വെച്ചാ എനിക്ക് ഓർക്കാൻ കൂടി പോയി അപ്പബോധം കിടും. ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ഒരു പ്രശസ്ത റിവ്യൂവറാണ്. അതാര്? ആർക്കെങ്കിലും ഊഹിക്കാവോ? വേറെ ആരുമല്ല, ആറാട്ടൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയാണ്. നമുക്ക് ചേട്ടനെ സ്വാഗതം ചെയ്യാം. ഈ കുരിശായിരുന്നോ? കാണുന്ന പോലെ ഒന്നല്ലോ, ബഹുമുഖ പ്രതിഭയാ. ആറാട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്കെതിരെ പലതരത്തിലുള്ള പ്രസ്താവനകൾ പറഞ്ഞിട്ട് ജയിലിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. നിയമങ്ങൾ സ്ത്രീകൾക്ക് ഒരു അനുകൂലമാണ്. അപ്പൊ അവർ സൂക്ഷിച്ച് പറയണമായിരുന്നു. നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഈ 4 മണിക്ക് പോവില്ല. അത് പറഞ്ഞതിനോട് എന്തെങ്കിലും പശ്ചാത്താപം തോന്നുന്നുണ്ടോ? അതൊരു ചോദ്യ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ജയിലിൽ പോയ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു സമയത്ത് എങ്ങനെ ഫേസ് ചെയ്തത്? ജയിലിൽ കിടന്നവരൊക്കെ മഹാമാരാകുമെന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞു. എത്ര ശരിയാണല്ലേ? പക്ഷെ ഇവരൊക്കെ മോട്ടിച്ചിട്ടല്ലല്ലോ ജയിലിൽ പോയത്. പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തു. അവിടെ എല്ലാം ഈ പറഞ്ഞ പോലൊന്നുമല്ല. പണ്ട് ജയിൽ വളരെ മോശമായിരുന്നു. ജയില് സ്വർഗാണിപ്പോ, പണ്ടത്തെ ജയിലൊന്നല്ല. ഒരു 10 വർഷമായി ജയില് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പഴയപോലൊന്നുമല്ല. 3 നേരം സാറ് ഭക്ഷണം, സുഖഭക്ഷണം. 10-15 വർഷം ഇവിടെ കിടന്നോളാം. അവിടെ ചെന്നിട്ട് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എങ്ങനെയായിരുന്നു താങ്കളുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്? എന്നെ കണ്ടതും ഒരു തൊഴിവക്കം. ഞാൻ വേണ്ടാന്നൊരു 100 പ്രാവശ്യം അതിനെ പറഞ്ഞാണോ? മുടിപ്പരി അമ്മജിയാന്ന് പറഞ്ഞേ. അവിടെ ചെന്നപ്പോ വിനായകന് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവന്റെ ഇടിയെന്ന് വെച്ചാ എനിക്ക് ഓർക്കാൻ കൂടി പോയി അപ്പബോധം കിടും. കുറെ ഉണ്ടായിരുന്നു. ഒരു പുതിയ അനുഭവം. പുതിയ അനുഭവമായിരുന്നു. അപ്പൊ പോയിട്ട് വന്നപ്പോ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിൽവാസത്തെ കുറിച്ച്. അപ്പൊ ഇനിയും പോവാനായിട്ട് ഇനി പോകാണെന്നില്ല. എങ്ങാട്ട് പോകാനാണ്? കേരള പോലീസ് നല്ല ഇടിയാരുമല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജയിൽ അത്ര ഭയങ്കര മോശമൊന്നുമില്ല. പണ്ട് വളരെ മോശമായിരുന്നു. ഇപ്പൊ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ. ചിട്ടയായ ജീവിതമാണ്. ഒരു ഹോസ്റ്റലിൽ എങ്ങനെ പോകുന്നു അതുപോലെയാണ്. പിന്നെ യോഗന്റെ ഇവിടെ ഇന്നെ നോക്കി ഞാനൊന്നും ഉഷാറായില്ലപ്പോ മുഖത്തൊക്കെ കവടക്കൊന്നുമില്ലേ, തീർത്തില്ലേ? ചിട്ടയായ ജീവിതമാണ്. അവിടെ ഫുഡെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരാഴ്ച ഒരു ബിരിയാണി ഉണ്ട്. കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും, മട്ടനും ചിക്കനും. അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. പിന്നെ സിനിമ കണ്ടു. അവിടെ സിനിമ കാണിക്കും സൺഡേസിലുള്ള. ജയിലിലെ പ്രൊഫസറാ. എന്നും അച്ചായന്റെ വക ക്ലാസ് ഉണ്ടാവും. ചെസ് കളിക്കാം, ക്യാരംസ് കളിക്കാം. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ജോളി ലൈഫാണ്. എല്ലാ ഇതുണ്ട്. പിന്നെ വൈകുന്നേരം പാട്ട് കേൾക്കാം. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ജയിലാണ് മോളെ, ജയില്.